ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും വളവിൽ ക്ലച്ച് ചവിട്ടരുത്, അല്ലെങ്കിൽ ഇറക്കത്ത് ക്ലച്ച് ചവിട്ടരുത് എന്നൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർ പറഞ്ഞു തരാറുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം കറക്റ്റ് ആകണമെന്നുമില്ല. കാരണം നമുക്ക് ചില വളവുകളിൽ ക്ലച്ച് നമുക്ക് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരാം. ചില ഇറക്കങ്ങളിൽ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരാം. അതുപോലെ തന്നെ ഒരു കാരണവശാലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇറക്കങ്ങളിലും വളവിലും ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷനും ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തരാത്ത ചില ഡ്രൈവിംഗ് സീക്രട്ടുകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകത്തില്ല. അത് ഇറക്കത്തെ വളവുകളിൽ, അതുപോലെ തന്നെ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ, അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ, അതുപോലെ തന്നെ നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ഇത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടാൽ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുകയാണ്. വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു. വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ വാഹനം ഞാനിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. സ്റ്റിയറിംഗ് ഒരു തവണ വലത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വാഹനം മുന്നോട്ടെടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു. ക്ലച്ച് പിടിക്കുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഡ്രൈവിങ്ങിൽ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷനും ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനും ഡ്രൈവിങ്ങിൽ വരാം. അത് പലപ്പോഴും നമ്മൾ വാഹനം ഓടിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന റോഡിലെ സാഹചര്യവും അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിന്റെ വേഗത കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിൽ വരികയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേ ഉള്ളൂ. എന്നാൽ ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്നു. അപ്പോൾ എൻ്റെ കാല് ഫുൾ ക്ലച്ചിലും വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ആ ഗട്ടർ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇറങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ? അവിടെ നമുക്ക് ആ ഗട്ടറിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ ഒരു ഗട്ടർ ഇതിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് പതിയെ ഇറങ്ങാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചെറിയൊരു ഗട്ടർ ബ്രേക്ക് ബാലൻസ് ചെയ്ത് പതിയെ ഞാൻ ഇറങ്ങുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ വരുന്ന ഗിയർ സെക്കൻഡ് ഗിയറുമാണ്. ഗട്ടർ എന്ന് പറയുന്നത് ഒത്തിരി വലിയൊരു ഗട്ടറുമല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നത്. എന്നാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരു ജംഗ്ഷന്റെ അടുത്തോട്ട് വന്നു. ബ്രേക്കേ കാല് വന്ന് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഒരു ജംഗ്ഷനിലുള്ള ടേണുകൾ ഞാൻ എടുക്കുന്നത്. അതായത് ഇറക്കം കൂടി ഒരു ജംഗ്ഷനാണ്. അവിടെ നമുക്ക് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ടേൺ എടുത്തു കഴിഞ്ഞാൽ ശരിയാതില്ല. കാരണം എതിരെ ഒരു വാഹനം കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടതോ വലതോ ഉള്ള ഇറക്കത്തോടു കൂടിയ ടേണുകൾ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയായിരിക്കും ആ ടേണുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷനാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഓക്കെ, ഇപ്പം സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഈ ചെറിയൊരു ഇറക്കത്ത് നിൽക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇനി ഈ ഇറക്കം ഇറങ്ങുന്നത് സെക്കൻഡ് ഗിയറിലാണ്. ഇറക്കത്തിന്റെ അളവ് മാറി അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ എനിക്ക് ക്ലച്ച് പിടിച്ചതേ തേർഡ് ഗിയറിലേക്ക് ഇടാം. എന്നിട്ട് വീണ്ടും ഇതുകൊണ്ടോ ബ്രേക്ക് ബാലൻസ് ചെയ്തതുകൊണ്ടോ ഈ ഇറക്കം എനിക്ക് തേർഡ് ഗിയറിൽ ഇതുപോലെ ഇറങ്ങി വരാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ ഗിയറിൽ ഈ ചെറിയൊരു ഇറക്കം ഇറങ്ങി വരികയാണ്. ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലമാണ്. ഒരു വളവ് വന്നു, ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നു. എതിരെ ഒരു വാഹനം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി
വണ്ടി സ്ലോ ആക്കി ഒപ്പം തന്നെ സെക്കൻഡ് ഗിയറും കൂടി ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. കണ്ടോ? അപ്പോൾ അവിടെയും നമുക്ക് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഫുൾ ക്ലച്ച് ചവിട്ടിയത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി, ഇവിടെ വീണ്ടും ഒരു ഗട്ടർ വന്നു. ക്ലച്ച് ചവിട്ടി ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലാണ് ഈ നല്ലൊരു ഗട്ടർ കയറി ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ അഡ്വാൻസ് ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ എവിടെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡ്രൈവിങ്ങിൽ എവിടെയൊക്കെയാണ് ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷൻ, അത് ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. അതിന് ഇപ്പം ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. തേർഡ് ഗിയറിലേക്ക് ഇട്ട് ചെറിയൊരു നിരപ്പായിട്ടുള്ള പ്രതലം വന്നു, ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നു, വീണ്ടും ഒരു ഗട്ടർ വന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പോവാണ്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും അനാവശ്യത്ത് കയറ്റം കയറി പോകുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. ചില ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ അനാവശ്യമായിട്ട് ഈ കയറ്റത്തെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട്. ബ്രേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും കയറ്റത്ത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്ക് കയറ്റത്ത് വാഹനം സ്ലോ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾ ആക്സിലറേഷൻ അയച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാഹനം കയറ്റത്ത് സ്ലോ ആകും. വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി വാഹനം കയറ്റത്ത് നിർത്താൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഒരു കയറ്റം കയറി പോകുന്ന വാഹനത്തിൽ നിങ്ങൾ കയറി ക്ലച്ച് ചവിട്ടരുത്. ഇത് പ്രത്യേകിച്ച് ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന പല ആൾക്കാരും ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പരമാവധി ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ ഒരു വാഹനം ഒരു ഇറക്കത്ത് നിൽക്കുകയാണ്. ഇതിപ്പം വലിയൊരു ഇറക്കമൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം ഒരു ഇറക്കം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങരുത്. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിങ്ങിൽ വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകേണ്ട സാഹചര്യം, അതായത് ഒരു 10 കിലോമീറ്റർ അടുത്ത് വേഗത ബാലൻസ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ആദ്യം ബ്രേക്ക് അയച്ച് നമ്മൾ ഇറക്കം അനങ്ങി തുടങ്ങുന്നു. അതിനുശേഷം പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിൽ വന്നിട്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് മാത്രമേ നിങ്ങൾ കുത്തനെയുള്ള ഇറക്കത്ത് വാഹനം ഓടിക്കാനായിട്ട് പാടുള്ളൂ. ഇനി എപ്പോഴാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിക്കണം. കാരണം കുത്തനെയുള്ള ഇറക്കത്ത് നമുക്ക് വാഹനം നിർത്തണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ വരും. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കം ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങുകയാണ്. ഇത് കുത്തനെയുള്ള ഇറക്കമല്ല, ഞാനൊരു ഉദാഹരണമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മുന്നിൽ ഒരു വാഹനം പോകുന്നു. ആ പോകുന്ന വാഹനം തീർത്തും സ്ലോ ആയി. അപ്പോൾ ആ വാഹനം തീർത്തും സ്ലോ ആയെന്ന് തോന്നിയാൽ നമുക്ക് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി അനങ്ങി നമുക്ക് കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങേണ്ട സിറ്റുവേഷൻ വരും. ഇങ്ങനെ ദീർഘദൂരം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഒരു വണ്ടിയോ മറ്റു സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ കുത്തനെയുള്ള ഇറക്കത്ത് നിങ്ങൾ ക്ലച്ച് മാത്രം ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം ഇറങ്ങാനായിട്ട് പാടില്ല. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്കിന്റെ പിടുത്തത്തോടു കൂടി ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് മാത്രം ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ വാഹനത്തിന് ഗിയറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പിടുത്തമില്ല. ബ്രേക്കിന് മാത്രം സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ദീർഘദൂരം ഒരു ഹിൽ ഏരിയ പോലെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു മലമുകളിൽ നിന്ന് താഴോട്ടുള്ള റോഡ് ദീർഘദൂരം ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബ്രേക്ക് ഓവർ ഹീറ്റ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിന് കംപ്ലൈൻറ്റ് വരാനും ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കയറ്റം ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്ത് കുത്തനെയുള്ള ഇറക്കങ്ങൾ നിങ്ങൾ ഇറങ്ങാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കുക. ഇനി അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ പറയാം. ഒരു കാരണവശാലും നിങ്ങൾ വളവിൽ പോയി ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ടേൺ എടുത്തു പോവുകയാണ്. ചെറിയ ടേണുകൾ പരമാവധി ഗിയറുകളിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മളൊരു ഫോർത്ത് ഗിയറിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ സെക്കൻഡ് ഞാൻ കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ തേർഡ് കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ പോവാണ്. മുന്നമേ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ വളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ബ്രേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് പിടി കിട്ടിയോ? അങ്ങനെ നിങ്ങൾ
വളവുകളിൽ നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഗിയർ ഡൗൺ ചെയ്ത് യൂസ് ചെയ്യുക. എന്നാൽ നമുക്ക് ചില കുത്തനെയുള്ള വളവുകളുണ്ട്, അതായത് ഇറക്കത്തോട് കൂടിയ വളവുകൾ. അങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നല്ല ടേണുകൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഗിയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ബാലൻസ് ചെയ്ത് വളവുകൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നു, അവിടെയെല്ലാം നമുക്ക് ഡ്രൈവിങ്ങിൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. എന്നാൽ ആവറേജ് ചെറിയൊരു സ്പീഡ് ബാലൻസ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷനിൽ നമുക്ക് അവിടെ നമുക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്താൽ വാഹനത്തിന് വേഗത കുറച്ചിറങ്ങാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്ത് വലിയ ഗിയറിന്റെ പിടുത്തത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഗിയറിന്റെ പിടുത്തവും നമുക്ക് ബ്രേക്കും കൂടെ ആകുമ്പോഴും ഒരു വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.